ഹലോ ഫ്രണ്ട്സ്, ദ ഗാർഡനിങ് ഷെഫിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുപോലെ ഞാൻ കുക്കർ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള കുമ്പളങ്ങയുടെ പീസസ് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് ഒരു നുള്ളു വീതം മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഒരല്പം മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കല്ലുപ്പാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ നുറുക്കിയ പച്ചമുളക് ഫുള്ളായിട്ട് അരിയോടുകൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നേരത്തെ ചേർത്ത മുളകിന് അത്ര എരിവില്ലായിരുന്നു കേട്ടോ. അപ്പോൾ 2 മുളകും കൂടി ഞാൻ എക്സ്ട്രാ ചേർത്തിട്ടുണ്ട്. അതുപോലെ ചെറിയ പീസാക്കിയ ടൊമാറ്റോ. ഇനി ഒരു 1/4 ഗ്ലാസ് വെള്ളം, കുമ്പളങ്ങ വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. കുക്കർ അടച്ചതിന് ശേഷം ഇതൊന്ന് വേവിച്ചെടുക്കുക. ഇനി അതിലേക്ക് അരപ്പിനായിട്ട് ഞാൻ തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട്, ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി കുമ്പളങ്ങ വെന്ത് കഴിയുമ്പോൾ ഇതേപോലെ മൺചട്ടിയിലേക്ക് മാറ്റുക. അപ്പോൾ നമ്മൾ കുമ്പളങ്ങ വേവിക്കാൻ വെക്കണ സമയത്ത് പീസസ് കുറച്ച് വലുതാക്കി തന്നെ കട്ട് ചെയ്താൽ മതി കേട്ടോ. ചെറിയ പീസാക്കി കട്ട് ചെയ്യണമെന്ന് നിർബന്ധമില്ല. വെന്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ സ്പൂൺ വെച്ചൊന്ന് ഉടച്ചു കൊടുക്കാം. ഇനി ഇത് ഞാൻ മാങ്ങ ഉണക്കി വെച്ചതാണ്. ഇതിന് മുമ്പുള്ള ഒരു വീഡിയോയിലും ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ച് കറി കാണിച്ച് തരാം എന്നൊക്കെ ഞാൻ അന്ന് പറഞ്ഞിരുന്നു. വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും കേട്ടോ. പച്ചമാങ്ങ ഇതുപോലെ തന്നെ ഉണക്കി നല്ല വെയിലുള്ള സമയത്ത് സൂക്ഷിച്ചതാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് ഇങ്ങനെ വെറുതെ കഴിക്കാനായിട്ട് പുളിമിഠായി കഴിക്കണ നല്ല ടേസ്റ്റിൽ കഴിക്കാൻ പറ്റും. ഇനി ഈ കറിയിലേക്ക് ഇതിൽ കുറച്ച് പീസസ് ചേർത്ത് കൊടുക്കാം. പുളിക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. ഇതിൽ പച്ചമാങ്ങ ചില പീസസൊക്കെ ചെറിയൊരു ചനച്ച പീസ് ഉണ്ടായിരുന്നു, ചെറിയൊരു മധുരത്തോടു കൂടിയുള്ള പീസ്. അത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പുളിയുടെ ആവശ്യത്തിന് പച്ചമാങ്ങയും കൂടി ചേർത്തിട്ട് ഇനി അതൊന്ന് തിളച്ച് വരട്ടെ. ആ സമയം കൊണ്ട് തന്നെ നമുക്കിതുപോലെ കുറച്ച് ഉണക്കച്ചെമ്മീനും 2-3 വറ്റൽ മുളകും കൂടി ഒന്ന് വറുത്തെടുക്കാം. പിന്നെ തിളച്ച് വന്നിട്ടുള്ള കറിയിലേക്ക് നമ്മുടെ തേങ്ങയുടെ അരപ്പുണ്ടല്ലോ ചേർത്ത് കൊടുക്കുക. കുമ്പളങ്ങയിലേക്ക് മാങ്ങയുടെ പുളിയൊക്കെ ഇറങ്ങിയതിന് ശേഷം മാത്രം അരപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. കാരണം അരപ്പ് ചേർത്തിട്ട് പിന്നെ നമുക്കങ്ങനെ ഒരുപാടങ്ങനെ വെട്ടി തിളപ്പിക്കാനായിട്ട് പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തിളച്ചതിന് ശേഷം അരപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഒരുപാട് ചാറാക്കേണ്ട ആവശ്യമില്ല. ഒരിത്തിരി കുറുകിയിരിക്കുന്ന ടൈപ്പിലാണ് ടേസ്റ്റ്. ഒരിത്തിരി ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. നന്നായിട്ട് മിക്സ് ചെയ്യുക. ചെറുതായിട്ടൊന്ന് തിള വന്നോട്ടെ. ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ച ഉണക്കച്ചെമ്മീനും വറ്റൽമുളകിൻ്റെയും കൂട്ടിൽ നിന്നും 1 സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഗ്യാസ് ഓഫാക്കിയിട്ടുണ്ട്. ഈ ടൈമിൽ ഗ്യാസ് ഓഫാക്കിയതിന് ശേഷം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഫ്ലേവറിന് ഇപ്പോൾ ഓഫാക്കിയെങ്കിലും ഗ്യാസ് ഇങ്ങനെ മൺചട്ടിയിൽ ഇരിക്കുന്നതുകൊണ്ട് തന്നെ അതിങ്ങനെ തിളച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഫ്ലേവർ നോക്കിയിട്ടിടുക. ഞാനപ്പോൾ ഇത്തിരി കൂടി എനിക്ക് വേണ്ടി വന്നു. അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടി പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി മിക്സ് ചെയ്യാം. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഇരിക്കണം കേട്ടോ. ഒരുപാട് ലൂസായിട്ട് പോകരുത്. അതുപോലെ വറ്റൽമുളക് എടുക്കുന്ന സമയത്ത് എരിവുള്ള മുളകാണെങ്കിൽ ആവശ്യത്തിന് മാത്രം ചെമ്മീൻ്റെ കൂടെ വറുത്ത് ചേർക്കണം കേട്ടോ. അങ്ങനെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അതുപോലെ കറി സെറ്റായി ഗ്യാസ് ഓഫാക്കിയതിന് ശേഷം ഈ പൗഡർ ചേർത്ത് കൊടുക്കുക. ഇനി കറിക്ക് താളിക്കാൻ വേണ്ടിയിട്ട് 2 ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉലുവ ഒന്ന് പൊട്ടി വരുമ്പോൾ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുക. വറ്റൽമുളകോ കറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുത്തിട്ട് സാധാരണ കറി താളിക്കുന്ന പോലെ വെളിച്ചെണ്ണയിലൊന്ന് താളിച്ചൊഴിക്കാം. പിന്നെ കറി താളിച്ചൊഴിക്കുമ്പോൾ ഒരിത്തിരി മഞ്ഞൾപ്പൊടി, ലാസ്റ്റ് ഒരിത്തിരി മുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ കറിക്ക് നല്ല ടേസ്റ്റും നല്ലൊരു സ്മെല്ലും എല്ലാം കിട്ടും. താളിച്ചൊഴിക്കുക. നല്ല അടിപൊളി സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് കേട്ടോ. അപ്പോൾ പച്ചമാങ്ങ നമുക്ക് ഒരുപാട് കയ്യിൽ കിട്ടുന്ന സമയത്ത് ഇതുപോലെ ഉണക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള കറികളൊക്കെ ചെയ്ത് കാണിക്കാൻ പറ്റും. ചമ്മന്തി അരക്കാനും പറ്റും. ഇതുപോലെ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കറികൾക്കും പറ്റും. അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ചോറിന് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്.
അധികം ചാറോടുകൂടി ഇല്ലാതെ ഇതുപോലെ കുറുകി എടുക്കുമ്പോഴാണ് ചോറിന് കഴിക്കാനായിട്ട് ഏറ്റവും ടേസ്റ്റ്. നല്ല സൂപ്പർ സ്മെല്ലുമാണ് അതിന്. ഉണക്ക ചെമ്മീനൊക്കെ വറുത്ത് പൊടിച്ചത് കൊണ്ട് തന്നെ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ മറക്കാതെ ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുപോലെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു.